ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ നല്ല സോഫ്റ്റ് ഇടിയപ്പത്തിൻ്റെയും വെജ് കുറുമയുടെയും റെസിപ്പിയിലേക്ക് പോകാം. നല്ല തിളച്ച വെള്ളം ഇടിയപ്പത്തിൻ്റെ മാവിലേക്കിട്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ മാവ് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്കിട്ട് നമുക്ക് പിഴിഞ്ഞ് നന്നായി തിളക്കുന്ന ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലേക്ക് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം കുറുമ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവാള, പച്ചമുളക്, വേപ്പില, തലേദിവസം കുതിർത്തി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും അതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിക്കുക. 2 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിക്കുക. അതിനുശേഷം ആവശ്യത്തിന് തേങ്ങയും എടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അത് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഏലക്കയും പട്ടയും ഗ്രാമ്പും പെരിഞ്ജീരകവും പെരിഞ്ജീരകവും എടുത്ത് നന്നായി തിളച്ച് വരുന്ന വെളിച്ചെണ്ണയിലേക്കിട്ട് മൂപ്പിക്കുക. പെരിഞ്ജീരകം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി അത് പൊട്ടുന്നത് വരെ നിൽക്കുക. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയായ മല്ലിപ്പൊടി 2 സ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് തിള വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി കുറുകി വരുമ്പോൾ അതിലേക്ക് മല്ലിച്ചീരയും ഒരു ചെറിയ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്ത് മേമ്പൊടിക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് കറി ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇവിടെ സോഫ്റ്റ് ഇടിയപ്പവും നല്ല കുറുകുറായിരിക്കുന്ന വെജ് കുറുമയും റെഡിയായിരിക്കുകയാണ്. ഇത് കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു.